കേരള പോലീസിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയും മുൻ DGPയുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ ലൈംഗികാതിക്രമ കേസിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ പോക്സോ നിയമപ്രകാരം കേസെടുത്ത പോലീസ് നടപടി വലിയ നിയമരാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. സസ്നേഹം ശ്രീലേഖ എന്ന തന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോകളിൽ കേരളത്തെ നടുക്കിയ കിളിയൂർ പീഡന കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതാണ് കേസിനാസ്പദമായ സംഭവം. എന്നാൽ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതികരണവുമായി ശ്രീലേഖ തന്നെ രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ സങ്കീർണമായി. തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന പോക്സോ കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് ശ്രീലേഖയുടെ പ്രാഥമിക വാദം. കിളിയൂർ കേസിൽ ഇരയായ പെൺകുട്ടി പീഡനത്തിന് ഇരയാകുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ആളായിരുന്നുവെന്ന് പോലീസ് FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ പെൺകുട്ടി മരണപ്പെടുന്ന സമയത്ത് ഏകദേശം 20 വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്നുവെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ തന്നെ പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് അവർ വാദിക്കുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി സെക്രട്ടറി ആർ ജയചന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. പരാതിക്കാരൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച് കോടതി ശ്രീലേഖയുടെ യൂട്യൂബ് വീഡിയോകളിൽ നിയമവിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തുകയായിരുന്നു. കോടതി ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ആർ ശ്രീലേഖയെ പ്രതിയാക്കി കേസെടുത്തു. എന്നാൽ ഈ കേസിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ശ്രീലേഖ ആരോപിക്കുന്നത്. താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ച കാലം മുതൽ പല വിധത്തിലുള്ള വ്യക്തിഹത്യകൾ നടക്കുന്നുണ്ടെന്നും അതിന്റെ ഏറ്റവും പുതിയ രൂപമാണ് ഈ കേസെന്നും അവർ തുറന്നടിച്ചു. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച തനിക്ക് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ഒരു അതിജീവിതക്കെതിരെയും താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. പോലീസ് അന്വേഷണം നടക്കട്ടെ എന്നും സത്യം പുറത്തുവരുമെന്ന നിലപാടിലുമാണ് അവർ. കിളിയൂർ കേസ് പോലെ ദശാബ്ദങ്ങൾ പഴക്കമുള്ളതും കേരളീയ സമൂഹം വൈകാരികമായി ഏറ്റെടുത്തതുമായ ഒരു വിഷയങ്ങളിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് നിയമവിദഗ്ധർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പീഡനത്തിന് ഇരയാകുന്ന വ്യക്തിയുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെഷൻസ് 228A പ്രകാരം കർശന വ്യവസ്ഥകളുണ്ട്. ഇരയുടെ പേരോ അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റ് വിവരങ്ങളോ പരസ്യപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഈ നിയമം ഇര ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ബാധകമാണെന്നിരിക്കെ ശ്രീലേഖ ഉയർത്തുന്ന പ്രായപരിധി സംബന്ധിച്ച വാദങ്ങൾ കോടതിയിൽ എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്നത് നിർണായകമാണ്. പോക്സോ നിയമപ്രകാരം കുറ്റം രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ പീഡനം നടന്ന സമയത്തെ ഇരയുടെ പ്രായമാണ് കണക്കിലെടുക്കേണ്ടത് എന്നാണ് പരാതിക്കാരുടെ വാദം. എന്നാൽ അന്വേഷണ റിപ്പോർട്ടുകളിലെ വൈരുദ്ധ്യങ്ങളും ഇരയുടെ കൃത്യമായ പ്രായം സംബന്ധിച്ച രേഖകളും പരിശോധിക്കേണ്ടി വരും. ഈ കേസ് കേരളത്തിലെ സൈബർ നിയമപരിപാലനത്തിലും ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിലും പുതിയ മാതൃകകൾ സൃഷ്ടിച്ചേക്കാം. ഒരു മുൻ DGP തന്നെ ഇത്തരം ഒരു നിയമക്കുരുക്കിൽ അകപ്പെടുന്നത് പോലീസ് സേനയ്ക്കുള്ളിലും ചർച്ചയായിട്ടുണ്ട്. തന്റെ സർവീസ് കാലഘട്ടത്തിലെ അനുഭവങ്ങളും കേസുകളുടെ ഉള്ളറക്കള്ളികളും പങ്കുവയ്ക്കുന്ന ശ്രീലേഖയുടെ യൂട്യൂബ് വീഡിയോകൾ നേരത്തെയും പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായ ദിലീപിന് അനുകൂലമായി അവർ നടത്തിയ പരാമർശങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്കും നിയമ നടപടികൾക്കും കാരണമായിരുന്നു. അന്നുയർന്ന വിമർശനങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ഈ കേസെന്നും ഒരു വിഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. സൈബറിടങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിക്കപ്പെടുമ്പോൾ ഭരണഘടനാപരമായ പരിമിതികളും ഇരയുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനത്തിന് പിന്നാലെ ശ്രീലേഖയ്ക്കെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾ അവരുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമോ എന്നതും ചർച്ചാ വിഷയമാണ്. രാഷ്ട്രീയ പകപോക്കലുകൾക്കായി ഇത്തരം കേസുകൾ ഉപയോഗിക്കപ്പെടുന്നുവെന്ന അവരുടെ വാദം തള്ളിക്കളയാനാകില്ലെന്നും ഇരകളുടെ പേര് വെളിപ്പെടുത്തിയത് ഒരു സാങ്കേതിക പിഴവാണോ അതോ മനഃപൂർവ്വമാണോ എന്ന് പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. പരാതിക്കാരനായ ആർ ജയചന്ദ്രനും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും ഹാജരാക്കിയ തെളിവുകൾ പ്രകാരം ഒന്നിലധികം വീഡിയോകളിൽ ഇത്തരം നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് സൂചനയുണ്ട്. പോലീസ് കേസ് രേഖപ്പെടുത്തിയതോടെ ശ്രീലേഖയെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിശദീകരണം നടത്താനോ ഉള്ള നടപടികളിലേക്ക് മ്യൂസിയം പോലീസ് ഉടൻ കടക്കും. ഇരകളുടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകൾ ഈ കേസിനെ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നതും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും ഉന്നത പദവികൾ വഹിച്ചവർക്ക് നിയമലംഘനം നടത്താൻ പ്രത്യേക അവകാശമില്ലെന്നും ഇവർ വാദിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ കേരളത്തിലെ മാധ്യമ ചർച്ചകളിലും സൈബർ ലോകത്തും വലിയ സ്വാധീനം ചെലുത്തുമെന്നത് ഉറപ്പാണ്. പോലീസും കോടതിയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ സ്ത്രീ സുരക്ഷയെയും ഇരകളുടെ സ്വകാര്യതയെയും കുറിച്ചുള്ള നിയമപരിരക്ഷയ്ക്ക് പുതിയ ദിശാബോധം നൽകിയേക്കാം.